കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ ഓർമ്മകളിലാണ് നമ്മളിപ്പോഴും. കേരളത്തെ ആകെ നടുക്കിക്കൊണ്ട് ഒരു രാത്രിയിൽ ഉരുൾപൊട്ടി ഒരു മലയിടിഞ്ഞു വന്ന് 2 ഗ്രാമങ്ങളെ നിശേഷം ഇല്ലാതാക്കി കളഞ്ഞു. ഏതാണ്ട് 400-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് കണക്ക്. 230ഓളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കഴിഞ്ഞു. ഇനിയും ഏറെ പേരെ കണ്ടെത്താനുണ്ട്. ഇന്ത്യ രാജ്യം മുഴുവൻ നടുങ്ങിയ ഒരു വലിയ പ്രകൃതി ദുരന്തമായിരുന്നത്. ഒരു പുലർച്ചെ ഉണർന്നെഴുന്നേൽക്കുന്നത് ഈ ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ്. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ പ്രകൃതിയുടെ താണ്ഡവത്തിൽ നിശേഷം തകർന്ന് തരിപ്പണമായിപ്പോയി. രക്ഷാദൗത്യത്തിനായി കേരളം ഒന്നാകെ ഇറങ്ങി. ഗവൺമെൻറ്റുകൾ ഉണർന്നു. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സജീവമായി ഇടപെട്ടു. നിരവധിയായ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ എല്ലാവരും ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന്, ആ ദുരന്തത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് ആ ജനത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി. ആദ്യ ദിനങ്ങളൊക്കെ ഹൃദയഭേദകങ്ങളായ വാർത്തകളും അറിവുകളുമാണ് നമ്മളെ തേടി വന്നുകൊണ്ടിരുന്നത്. ടെലിവിഷനിലൂടെ, പത്രങ്ങളിലൂടെ, മൊബൈൽ ഫോണിലൂടെ ആ ദുരന്തത്തിന് ഓരോ നിമിഷവും മലയാളി സമൂഹം സാക്ഷിയായി. ലോകത്തിൻ്റെ നാനാഭാഗത്തു ഇരുന്ന് ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും എന്തു സംഭവിക്കുന്നു, എത്ര മനുഷ്യരെ രക്ഷിച്ചെടുക്കുന്നു, എത്ര പേരുടെ മൃതദേഹങ്ങൾ ലഭിക്കുന്നു, ആ ദുരന്തത്തിൻ്റെ ആഘാതം എത്ര വലുതാണ് എന്ന് സശ്രദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കയ്യും മെയ്യും മറന്ന് നിരവധി ആളുകൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. സൈന്യം രംഗത്ത് വന്നു, നമ്മുടെ ഫയർഫോഴ്സ് രംഗത്ത് വന്നു, എല്ലാ സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത് വന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു രക്ഷാദൗത്യമായിരുന്നു അത്. അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നിരുന്ന് അവരെക്കൊണ്ട് കഴിയുന്ന മട്ടിലെല്ലാ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു, സഹായങ്ങൾ നൽകി. നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. യുവാക്കൾ അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. നമ്മൾ മലയാളികളെന്ന് അഭിമാനത്തോടെ ഓർമ്മിക്കാവുന്ന, പറയാവുന്ന രക്ഷാദൗത്യങ്ങളായിരുന്നു കടന്നുപോയത്. സ്വന്തം കയ്യിലെ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ മനുഷ്യരും അവൻ്റെ വികാരം പ്രകടിപ്പിച്ച് ഈ ദൗത്യത്തിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് വന്നു. അപൂർവമായി നെഗറ്റീവായ കാര്യങ്ങളും പ്രചരിപ്പിച്ചില്ലെന്നല്ല, പക്ഷേ നന്മയ്ക്ക് മുൻതൂക്കം കിട്ടിയ ദിവസങ്ങളായിരുന്നു അത്. എത്രയോ ആളുകൾ അവരുടെ കയ്യിലെ ചെറിയ പണം മുതൽ കോടാനുകോടികൾ വരെ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി, ഈ ഗ്രാമങ്ങളെ വീണ്ടും പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി സംഭാവനകൾ നൽകി. ഇപ്പോഴും എത്രയോ ആളുകൾ സംഭാവന നൽകുന്നു. ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ്റും വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരെക്കുറിച്ചാണ്. സർവ്വതും നഷ്ടപ്പെട്ടവരെക്കുറിച്ചാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട, സ്വത്തുവകളെല്ലാം നഷ്ടപ്പെട്ട ആ അതിജീവിതരെക്കുറിച്ചാണ്. അവരുടെ ഭാവി എങ്ങനെയായിരിക്കും നാളെ? അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നിരവധി വാഗ്ദാനങ്ങൾ നാനാഭാഗത്തു നിന്നും വരുന്നുണ്ട്. ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുമെന്ന് പലരും പറയുന്നുണ്ട്. നിരവധി വീടുകൾ നൽകുമെന്ന്, അവർക്ക് സ്ഥലം നൽകുമെന്ന് എല്ലാം പല ഓഫറുകൾ നാനാഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്നാൽ തകർന്ന് തരിപ്പണമായ ഒരു ദുരന്ത ഭൂമിയിലെ അതിജീവിതർ എന്നതിൽ നിന്ന് അതിജീവനത്തിൻ്റെ പുതിയ കഥകൾ നെയ്ത വിജയകഥയിലെ നായകരാക്കി അവരെ എങ്ങനെ മാറ്റാം എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചല്ലേ നമ്മൾ ഇനി ചിന്തിച്ചു തുടങ്ങേണ്ടത്. കാരണം ഈ സഹായ പ്രവാഹങ്ങളൊക്കെ താമസിയാതെ നിലയ്ക്കും. ഏതാനും മാസങ്ങളോ വർഷങ്ങൾക്കോ ശേഷം ഈ ദുരന്തം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറയും. നമുക്കതും ചരിത്രത്തിലെ ഒരു സംഭവം മാത്രമായി മാറും. അപ്പോഴും ഈ ദുരന്തത്തെ അതിജീവിച്ചവർ അവിടെ ഉണ്ടാവും. അവർ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽപ്പെട്ട്, പ്രശ്നങ്ങളിൽപ്പെട്ട് അന്ന് ഉഴലുന്നുണ്ടാവും. മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്നവരും അന്നുണ്ടാവും. ഈ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ കുറേയൊക്കെ നടന്നിട്ടുണ്ടാവാം, കുറേ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിച്ചെന്നും വരാം. ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ ടൗൺഷിപ്പുകൾ സർക്കാരിൻ്റെ ഏതോ ഒരു ക്വാർട്ടേഴ്സുകളുടെ കോളനികൾ പോലെ ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം. നമുക്ക് അത്തരത്തിൽ ഇതുവരെ ചെയ്ത പോലെയുള്ള എന്തെങ്കിലും കുറേ നിർമ്മിതികളും എന്തെങ്കിലും നടപടികളും മാത്രമാണ് നമുക്ക് ആവശ്യം. നമുക്ക് വ്യത്യസ്തമായ ചില ആശയങ്ങൾ നടപ്പാക്കണ്ടേ? ഈ ദുരിതാശ്വാസ പ്രവർത്തകരെല്ലാം മടങ്ങിയതിന് ശേഷവും, ഈ സഹായം നൽകുന്നവരുടെ എല്ലാ ശ്രദ്ധ മാറിയതിന് ശേഷവും അവിടെ അവശേഷിക്കുന്ന ആളുകൾക്ക് ജീവിതത്തെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, സംതൃപ്തമായൊരു ജീവിതം നയിക്കാൻ വേണ്ടത് നമുക്കവിടെ ഒരുക്കേണ്ടതില്ലേ? അതിജീവിച്ചവർക്ക് സുരക്ഷിതമായ ഒരു ഭാവി വേണം.
സ്ഥിരമായ വരുമാനം വേണം. അവർക്ക് അഭിമാനത്തോടെ തുടർകാലങ്ങളിൽ ജീവിക്കാൻ കഴിയണം. അന്യരെ ആശ്രയിക്കാതെ, സൗജന്യങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങണം. ഇതിനുവേണ്ടി നമ്മൾ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. പ്രായോഗിക ബുദ്ധിയോടെ ചിന്തിച്ച വലിയൊരു മാസ്റ്റർ പ്ലാൻ. നമുക്കറിയാം, 2 ഗ്രാമങ്ങൾ പൂർണ്ണമായി ഇല്ലാതായിപ്പോയി. അവിടെ കുറേയേറെ മനുഷ്യരെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ ഗ്രാമങ്ങളും ആ സൗകര്യങ്ങളും എല്ലാം ഇല്ലാതായിപ്പോയത്. നമ്മൾ മറ്റൊരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ളൊരു സംവിധാനം പ്ലാൻ ചെയ്യുമ്പോൾ, കേരളത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഏറ്റവും ആസൂത്രണ തികവാർന്ന, ഏറ്റവും ഗംഭീരമായ ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തുകൂടെ? ഭാവിയുടെ എല്ലാ സാധ്യതകളെയും മുന്നിൽ കണ്ടുകൊണ്ട് വിഭാവനം ചെയ്തുകൂടെ? അങ്ങനെ വളരെ ആസൂത്രിതമായ, ലോക നിലവാരമുള്ള, സ്വിറ്റ്സർലൻഡിലൊക്കെ നമ്മൾ കണ്ട് കൊതിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ഗ്രാമത്തെ പുനഃസൃഷ്ടിക്കാൻ സീറോയിൽ നിന്ന് പണി ആരംഭിക്കുമ്പോൾ ഇത്രയേറെ ആളുകളും സർക്കാരുകളും സന്നാഹങ്ങളും ഒക്കെ സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന, കോടാനുകോടി രൂപ നമുക്ക് വാഗ്ദാനങ്ങൾ ലഭിച്ചിരിക്കുന്ന ആ പണം ഉപയോഗിച്ച് നമുക്ക് ആസൂത്രിതമായൊരു ഗ്രാമത്തെ സൃഷ്ടിച്ചുകൂടെ? ഇത്തരത്തിലുള്ളൊരു ഗ്രാമം പ്രാവർത്തികമാക്കാൻ ലോക നിലവാരമുള്ള ഡിസൈനേഴ്സിനെ, പ്ലാനേഴ്സിനെ, ആർക്കിടെക്റ്റുകളെയൊക്കെ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടി വരും. കേരളത്തിൽ അതിന് പറ്റിയ ആളുകളില്ലെന്നല്ല. കേരളത്തിൽ ഏറ്റവും മിടുക്കന്മാരായ ടൗൺ പ്ലാനേഴ്സും ആർക്കിടെക്റ്റുകളുണ്ട്. അതിൽ പലരും സ്വകാര്യ മേഖലയിലാണെന്ന് മാത്രം. അവർ പണമായി സംഭാവന ചെയ്തില്ലെങ്കിൽ അവരുടെ പ്രതിഭയെ ഈ പ്രോജക്റ്റിന് വേണ്ടി സംഭാവന ചെയ്യണം. നമുക്കറിയാം, വയനാട് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുള്ളൊരു പ്രദേശമാണ്. ഈ ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് ടൂറിസത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ചിലരെങ്കിലും നെറ്റി ചൊളിച്ചേക്കാം. പക്ഷേ ടൂറിസം ഭാവിയുടെ വലിയൊരു വാഗ്ദാനം തന്നെയാണ്, ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, വരുമാനമുണ്ടാക്കാനുള്ള ഒരു സ്ഥിരമായ സാധ്യത തന്നെയാണ്. സസ്റ്റൈനബിളായ ടൂറിസമായിരിക്കണം, ആ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ടൂറിസമായിരിക്കണം, ആ പ്രകൃതിയെ നശിപ്പിക്കാത്ത ടൂറിസമായിരിക്കണം. ആ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന ഒരു ടൂറിസം പദ്ധതി നമ്മൾ രൂപീകരിക്കണം. ഈ പുനരുദ്ധരിക്കപ്പെടുന്ന ഈ ഗ്രാമങ്ങൾ ടൂറിസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഗ്രാമം കൂടിയാക്കണം. അവിടെ 100-200 വീടുകളുള്ള ഒരു ഗ്രാമത്തെ നമ്മൾ പുനഃസൃഷ്ടിച്ചാൽ ആ വീടുകൾ ഓരോന്നും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഓരോ വീടുകളാക്കി നമുക്ക് മാറ്റിക്കൂടെ? നമുക്കറിയാം, വയനാട് ഇപ്പോൾ തന്നെ ലോക ശ്രദ്ധയാകർഷിച്ച ഒരു ടൂറിസം കേന്ദ്രമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ എത്തുന്നൊരു പ്രദേശമാണ്. വലിയൊരു ദുരന്തമുണ്ടായി, നൂറുകണക്കിന് ആളുകൾ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിപ്പോയി. 2 ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചു പോയൊരു സ്ഥലം ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ, ലോകത്തിന് ഏറ്റവും മാതൃകയാകുന്ന, പ്രചോദനം നൽകുന്ന വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകളെത്തും. അപ്രീഷിയേറ്റ് ചെയ്യാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകളെത്തും. കണ്ടു പഠിക്കാൻ നിരവധി ആളുകൾക്ക് അത് പ്രചോദനമാകും. തകർന്നുപോയ, പ്രതിസന്ധിയിലായ ഏതൊരു നാട്ടുകാർക്കും കുതിച്ചു വളരാനുള്ളൊരു പ്രചോദനമാകുന്ന ഒരു ഗ്രാമമാക്കി നമുക്കതിനെ മാറ്റാൻ കഴിയില്ലേ? ഒരു ഗവൺമെൻറ് മുന്നിട്ട് നിന്നാൽ, ഒരു ജനസമൂഹം, കേരളത്തെ പോലുള്ള ഒരു ജനസമൂഹം മുന്നിട്ട് നിന്നാൽ, ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഗംഭീരമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാക്കി, അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ സാധ്യതകളും എക്കോ ടൂറിസത്തിൻ്റെയും സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെയും റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെയും സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്ഥലമാക്കി നമുക്ക് ഈ പ്രദേശങ്ങളെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലേ? അവിടെയെല്ലാം വരേണ്ടത് റിസോർട്ടുകളല്ല, നിരവധി ഹോട്ടലുകളല്ല. ഈ പുനരുദ്ധരിക്കുന്ന ഓരോ വീടിനോടും അനുബന്ധിച്ച് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പാർക്കാൻ കഴിയുന്ന ഹോം സ്റ്റേ ഫെസിലിറ്റികൾ കൂടിയ ഒരു അഡീഷണൽ മുറി കൂടി നമുക്ക് പണിത് കൊടുത്തുകൂടെ? ആ ഒരു മുറി ലോകത്തിൻ്റെ നാനാഭാഗത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഓരോ വീട്ടിലേക്കും ഓരോ ദിവസവും ചുരുങ്ങിയത് ഒരു 1500-2000 രൂപയെങ്കിലും വെച്ച് വരുമാനം ഉണ്ടാവില്ലേ? മറ്റാരെയും ആശ്രയിക്കാതെ, കൈനീട്ടാതെ തുടർന്ന് ആ ഓരോ കുടുംബത്തിനും മുന്നോട്ട് പോകാനുള്ള ഒരു വരുമാന സാധ്യതയായിട്ടത് മാറില്ലേ? അതിമനോഹരമായ പാതകൾ, പാതയോരങ്ങൾ, പുൽമേടുകൾ, ഉദ്യാനങ്ങൾ, റിക്രിയേഷൻ ഫെസിലിറ്റികൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ഫുഡ് സ്ട്രീറ്റുകൾ, ക്ലിനിക്കുകൾ, ഫിറ്റ്നസ് സെൻറ്ററുകൾ, ക്യാൻറ്റീനുകൾ, ഇങ്ങനെ നിരവധിയായ ഫെസിലിറ്റികൾ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല, അവിടെ താമസിക്കുന്ന ആ ഗ്രാമത്തിലെ ആളുകൾക്കും വേണ്ട ലോക നിലവാരമുള്ള ഫെസിലിറ്റികളെല്ലാമുള്ള ഒരു ഗ്രാമമാക്കി രൂപാന്തരപ്പെടുത്താൻ നമുക്കിപ്പോൾ ലഭിക്കാവുന്ന സമ്പത്തിനെ ക്രമമായി, കൃത്യമായി, ഭംഗിയായി ആസൂത്രണം ചെയ്താൽ സാധ്യമാക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ഗ്രാമത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർക്ക് ഈ ഹോം സ്റ്റേകൾ ബുക്ക് ചെയ്യാൻ കഴിയുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ബുക്കിംഗ് ഓഫീസ് ഉണ്ടാവണം. അവിടെ നിന്ന് വയനാടിൻ്റെയും കേരളത്തിൻ്റെയും മറ്റു ഭാഗങ്ങളിലേക്ക് 1 ഡേ ടൂറുകളും 2 ഡേ ടൂറുകളും നടത്തുന്ന ടൂർ കമ്പനികൾ അവിടെ ഉണ്ടാവണം. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വാഹനങ്ങൾ അവിടെ ഉണ്ടാവണം, ടാക്സികൾ അവിടെ ഉണ്ടാവണം, മറ്റ് ഫെസിലിറ്റികളെല്ലാം അവിടെ ഉണ്ടാവണം, ലോണ്ടറി സർവീസുകൾ ഉണ്ടാവണം, അവർക്ക് വേണ്ട പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും കൃഷി ചെയ്യുന്ന കാർഷിക സഹകരണ സംഘങ്ങൾ അവിടെ ഉണ്ടാവണം, ഫാമുകൾ അതിനോടനുബന്ധമായിട്ടുണ്ടാവണം.
ആ ഫാമുകളിലെ കൃഷി ഒരു ടൂറിസം ആക്ടിവിറ്റി കൂടിയാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. തേയിലത്തോട്ടങ്ങളിലെ കുളന്തു നുള്ളൽ മുതൽ അവിടുത്തെ ദൈനംദിന ജീവിതം വരെ ടൂറിസം പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ കഴിയണം. മനുഷ്യരുടെ ദൈനംദിന ജീവിതം കാണാനും അനുഭവിക്കാനും വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തുമ്പോൾ വലിയൊരു ചരിത്രത്തിൻ്റെ, ഒരു ദുരന്ത ചരിത്രത്തിൻ്റെ പശ്ചാത്തല ഭൂമിയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അവർ വരിക. അതോടെ ആ പ്രദേശം എങ്ങനെ നമ്മൾ മാറ്റിയെടുത്തു, ആ ദുരന്തത്തിൽ നിന്ന് കേരളം എന്ന ജനസമൂഹം എങ്ങനെ അതിജീവിച്ചു, ഒരു പ്രദേശത്തെ നമ്മളെങ്ങനെ ലോക നിലവാരത്തിലാക്കി മാറ്റി എന്നത് കേരളത്തിൻ്റെ എക്കാലത്തെയും അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിരിക്കും. കേരള മോഡൽ എന്ന പണ്ട് എന്നോ നടന്ന കാര്യത്തിൻ്റെ കഥ പറഞ്ഞ് മേനി പറഞ്ഞ് നടക്കലല്ല, പുതിയ കാലത്ത് പുതിയ കേരള മോഡലുകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്നൊരു മാതൃകയാക്കി അതിനെ മാറ്റാൻ കഴിയണം. മലയാളിയുടെ അഭിമാന പദ്ധതിയാക്കി അതിനെ മാറ്റാൻ കഴിയണം. കൈനീട്ടാൻ മാത്രമല്ല, ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറാൻ നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം, നാളത്തെ ഭാരതത്തിൻ്റെ ഓരോ ഗ്രാമവും എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു മാതൃക ഗ്രാമമാക്കി നമുക്കതിനെ മാറ്റാൻ കഴിയില്ലേ? ഇത്രയേറെ കോടികളുടെ സംഭാവനകൾ, ഓഫറുകൾ തരാൻ ഇനിയും തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു മടിച്ചു നിൽക്കണം? നമ്മുടെ ഭാവനയെ ചുരുക്കാതെ അതിനെ വിശാലമാക്കുക, സാധ്യതകളുടെ അനന്തമായ മേഖലയിലേക്ക് നമ്മൾ കടക്കുക, ആ അനന്ത സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു പദ്ധതിയാക്കി ഇതിനെ മാറ്റുക. കാരണം ഒരു ഗ്രാമം പൂർണ്ണമായി ഇല്ലാതായിപ്പോയി. അതിനെ വീണ്ടും പുനഃസൃഷ്ടിക്കുമ്പോൾ ഒരു വൈകൃതത്തിൻ്റെ പഴയ സർക്കാർ ക്വാർട്ടേഴ്സുകൾ പോലെ ചോർന്നൊലിക്കുന്ന, പായൽ പിടിച്ച, പൊട്ടിപ്പൊളിഞ്ഞ 2-3 കൊല്ലം കഴിയുമ്പോൾ പത്രക്കാർക്ക് വന്ന് ഇവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി നടത്തിയ പോരായ്മകളുടെ കഥകൾ വർണ്ണിക്കുന്ന ഒരു കേന്ദ്രമല്ലാതെ അഭിമാനത്തോടെ മാധ്യമങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്ന് പ്രഘോഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയില്ലേ? കഴിയും. അതിനൊക്കെ പ്രതിഭകൾ കേരളത്തിലുണ്ട്. ആർക്കിടെക്റ്റുകളുണ്ട്, ഡിസൈനേഴ്സുണ്ട്, പ്ലാനേഴ്സുണ്ട്. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരണം. സിംഗപ്പൂരിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ നമ്മൾ കൊണ്ടുവരണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു യാത്ര നടത്തി റുവാണ്ടയിലേക്ക്. 1994 ആ ജനസംഖ്യയുടെ ഏതാണ്ട് 15 മുതൽ 20% വരെ ആളുകളെ കൂട്ടക്കൊല ചെയ്ത് കൊന്നൊടുക്കിയ ഒരു നാടാണ്. പരസ്പരം വംശീയ വിദ്വേഷത്തിൻ്റെ പേരിൽ പോരടിച്ച് കൊന്ന് ഇല്ലായ്മ ചെയ്ത ഒരു നാടാണ്. ഒരു ഗോത്രത്തിൻ്റെ വലിയൊരു ശതമാനം ആളുകളെ കൊന്നുകളഞ്ഞൊരു നാടാണ്. 80 ലക്ഷത്തിലേറെ മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ 12 ലക്ഷത്തോളം ആളുകൾ ഒറ്റ മാസം കൊണ്ട് കൂട്ടക്കൊലക്കിരയായൊരു നാടാണ്. തമ്മിൽ കണ്ടാൽ കയ്യിൽ കിട്ടുന്ന എന്തും കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ഒരു നിലയിൽ നിന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വളരുന്ന, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന, ഏറ്റവും സൗന്ദര്യബോധത്തോടെ ഒരു നാടിനെ സംരക്ഷിക്കുന്ന, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ആസൂത്രണമുള്ള ഒരു നാടായി റുവാണ്ട എന്നതിനെ മാറ്റാൻ ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ ആ നാടിൻ്റെ ഭരണം ഏറ്റെടുത്ത ആളുകൾക്കും അതിനെ പിന്തുണച്ച ജനങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ കേരളം പോലുള്ളൊരു നാടിന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്രയും കാലം ഇത്രയും ശക്തമായി ഒന്നിച്ചു നിന്നൊരു സമൂഹത്തിന് ശക്തിയുള്ള ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ, ഭാവനയുണ്ടൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധ്യമാകുന്നതല്ലേ ഉള്ളൂ. ഈ റുവാണ്ടയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ കണ്ട കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു കൊച്ചു രാജ്യമാണ്, കഷ്ടിച്ച് കേരളത്തോളം വിസ്തൃതിയുള്ളൊരു മധ്യ ആഫ്രിക്കൻ രാജ്യം. ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇന്നും ഗ്രാമങ്ങളൊക്കെ ദരിദ്രാവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ആ ഗ്രാമത്തിൽ ഒരിടത്തും നിങ്ങളൊരു പ്ലാസ്റ്റിക് മാലിന്യം കാണില്ല. വഴിയോരങ്ങളിൽ ചപ്പുചവറുകൾ കാണില്ല. കിഗാലി എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരത്തിൽ മാത്രമല്ല ഞാനീ പറയുന്നത്, ഉൾനാടുകളിലൂടെ 100 കണക്കിന് കിലോമീറ്ററുകൾ ഞാൻ സഞ്ചരിച്ചു. അവിടെയൊക്കെ ക്യാമറ വഴിയോരത്തേക്ക് തിരിച്ചു വെച്ച് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് എവിടെയെങ്കിലും ഒരു മാലിന്യത്തിൻ്റെ കൂമ്പാരം കാണാൻ കഴിയുമെന്നാണ്. മാലിന്യത്തിൻ്റെ കൂമ്പാരമല്ല, മാലിന്യത്തിൻ്റെ ഒരു അംശം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ വണ്ടി നിർത്തി കണ്ട ചില കാഴ്ചകളുണ്ട്. വഴിയോരങ്ങൾ, റോഡിൻ്റെ നടുക്കല്ല, വഴിയോരങ്ങളിലെ മണ്ണുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ ലൂസായി കിടക്കുന്ന മണ്ണ് പോലും അടിച്ചു വാരാൻ ഗ്രാമീണർ ചുമതലപ്പെട്ടിരിക്കുന്നു. ചൂലുമായി വന്ന് അവർ വഴിയോരങ്ങളെ പൊടി പോലും അടിച്ചു മാറ്റി കോരി മാറ്റുന്നു, കൊട്ടകളിലേക്ക് മാറ്റുന്നു. വഴിയോരങ്ങളിലെ പുൽമേടുകൾ വെട്ടിയൊരുക്കിയിടുന്നു. ഈ വഴിയോരങ്ങളിൽ ഓരോ ഗ്രാമത്തിനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ പൂച്ചെടികൾ കൃത്യമായി വെച്ച് പിടിപ്പിക്കുന്നു, അത് പരിപാലിക്കുന്നു. വഴിയോരങ്ങളിൽ പറമ്പുകളുള്ളവരെല്ലാം അവരുടെ വഴിയോരത്തിലെ ആ പറമ്പുകൾ മുഴുവൻ ഓരോ ദിവസവും അടിച്ചുവാരി വൃത്തിയാക്കിയിടുന്നു. അവിടെ കള വളരുന്നില്ലെന്നവർ ഉറപ്പുവരുത്തുന്നു. അവരുടെ വീടും പരിസരവും ഭംഗിയായി സംരക്ഷിക്കുന്നു. ദാരിദ്ര്യം നിറഞ്ഞ വീടുകളാണ്, കുഴമണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാണ്. പക്ഷേ അതിൻ്റെ പരിസരത്ത് നിങ്ങൾ മാലിന്യം കാണില്ല, വെള്ളക്കെട്ട് കാണില്ല, ചെളി നിറഞ്ഞൊരു മുറ്റം നിങ്ങൾ കാണില്ല. ഇതെങ്ങനെയാണ് ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറഞ്ഞ ഒരു ദരിദ്ര രാജ്യത്തിന് സാധ്യമായത്? അവിടുത്തെ ഭരണാധികാരികൾ ചില മാതൃകകൾ കാണിച്ചു കൊടുത്തു. ഈ മാതൃക അനുസരിച്ച് എല്ലാ ഗ്രാമവും നിഷ്ഠയോടെ പ്രവർത്തിച്ചിരിക്കണമെന്ന് കർശനമായ ഉത്തരവിറക്കി. അത് പാലിക്കാത്തവർക്ക് കർശനമായ ശിക്ഷകൾ നൽകി.
പിഴ നൽകി. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡ് നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ കാണില്ല. റോഡ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ കനത്ത പിഴയാണ്. അവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ആ പിഴയടയ്ക്കുന്നു, പോകുന്നു. അടുത്ത തവണ പിഴയിൽ പെടാതിരിക്കാൻ കൃത്യമായ നിഷ്ഠയോടെ വണ്ടി ഓടിക്കുന്നു. 17 എപ്പിസോഡുകളിൽ ഞാൻ കാണിച്ചു തന്നത് മുഴുവൻ റുവാണ്ടയുടെ ഈ മാറ്റത്തിൻ്റെ കഥകളാണ്. കേരളത്തിൻ്റെ 4 പോലും വിദ്യാഭ്യാസമുള്ള ജനങ്ങളില്ലാത്ത ഒരു നാട്ടിൽ ഇത്രയേറെ പരിഷ്കാരങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനത് സാധ്യമല്ല? കേരളം ഒന്നാകെ ഒറ്റ ദിവസം കൊണ്ട് ഈ മാറ്റത്തിന് മുഴുവൻ തയ്യാറാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. എന്നാൽ ഈ അവസരത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ ഈ സിസ്റ്റങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടെ? പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തെ ലോക നിലവാരത്തിൽ നമുക്ക് ആസൂത്രണം ചെയ്തുകൂടെ? ലോക നിലവാരത്തിൽ അവിടുത്തെ സിസ്റ്റംസ് നമുക്ക് രൂപപ്പെടുത്തിക്കൂടെ? അവിടുത്തെ പ്രകൃതി സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും സസ്റ്റൈനബിൾ എനർജിയുടെ ഉൽപ്പാദനത്തിനും എല്ലാം വേണ്ട പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ചുകൂടെ? അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? 10, 500, 1000 ആളുകൾ വാസിക്കുന്ന ഒരു ഗ്രാമത്തെ നമുക്ക് ലോക നിലവാരത്തിൽ നവീകരിക്കാൻ എന്താണ് പ്രശ്നം? അതിലേറെ വലിപ്പമുള്ള റിസോർട്ടുകൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ റിസോർട്ടുകൾ അത്ര ഭംഗിയായി സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഒരു ഗ്രാമത്തെ നമുക്ക് അതിമനോഹരമായ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റാൻ കഴിയില്ലേ? അവിടുത്തെ തൊഴിലിനൊരു പുതിയ സംസ്കാരം ഉണ്ടാക്കിക്കൂടെ? അവിടെയുള്ള ആളുകൾക്കെല്ലാം വരുമാനം കിട്ടുന്ന പദ്ധതികൾ ടൂറിസത്തിലൂടെ അവിടുത്തെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവിഷ്കരിച്ചുകൂടെ? സാധ്യത വളരെ വലുതാണ്. വ്യത്യസ്തമായി ചിന്തിക്കുക, അതിന് ഇച്ഛാശക്തിയോടെയുള്ള ഒരു ശ്രമം ആരംഭിക്കുക, ഇത് മാത്രമല്ലേ ആവശ്യമുള്ളൂ. അത് ചെയ്താൽ പണത്തിനൊരു പഞ്ഞം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എത്രയോ സമ്പന്നർ കൈയയച്ച് സംഭാവന ചെയ്യാൻ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. 10, 20, 30, 40 കോടിയൊക്കെ വരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന എത്രയോ മലയാളികൾ ഇന്ത്യക്ക് വെളിയിൽ ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നല്ലൊരു പദ്ധതി കൊടുത്താൽ ഭാവി കേരളത്തിന് പ്രയോജനമുണ്ടാകുന്ന, കേരളം വലിയൊരു ദിശാമാറ്റത്തിന് തയ്യാറാകുന്ന ഒരു പദ്ധതിയാണെന്ന് അവർക്ക് ബോധ്യം വന്നാൽ, അത് സുതാര്യമാണെന്ന് അവർക്ക് ബോധ്യം വന്നാൽ, അത് സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യം വന്നാൽ, ഭാവി കേരളത്തിൻ്റെ ഗതി മാറ്റുന്ന ഒന്നാണെന്ന് അവർക്ക് ബോധ്യം വന്നാൽ അവർ കൈയയച്ച് അതിന് പണം മുടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ ലോകയാത്രയിൽ ഞാൻ പരിചയപ്പെട്ട നിരവധി സമ്പന്നരായ മലയാളികളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവരൊക്കെ നൈരാശ്യത്തോടെയാണ് പലപ്പോഴും നമ്മുടെ നാടിനെക്കുറിച്ച് പറയുന്നത്. പ്രതീക്ഷയുടെ ഒരു കിരണം കണ്ടാൽ അവരൊക്കെ കേരളത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാധാരണക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മുതൽ നിത്യവരുമാനത്തിന് കഷ്ടപ്പെടുന്നവർ വരെ അവർക്കുണ്ടാകുന്ന തുച്ഛ വരുമാനം എടുത്തു വന്നില്ലേ? തമിഴ്നാട്ടിലെ ചായക്കടക്കാർ പോലും സംഭാവനയായിട്ട് വന്നില്ലേ? ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ചലച്ചിത്ര താരങ്ങളും വ്യവസായികളും വന്നില്ലേ? ഇന്ത്യക്ക് മൊത്തം മാതൃകയാകുന്ന വലിയൊരു നവീകരണ പ്രവർത്തനം ആരംഭിച്ചാൽ ഒരു സംശയം വേണ്ട, അതിലേറെ പിന്തുണ നമുക്ക് ലഭിക്കും. കാരണം അതിൻ്റെ പിന്നിലൊരു വൈകാരിക സംഭവം കൂടിയുണ്ട്. വലിയൊരു ദുരന്തത്തിൽ നിന്നുള്ള അതിജീവനത്തിൻ്റെ കഥയുണ്ട്. അത് ഇമോഷണലായ ഒരു കഥയാണ്. അതിന് പിന്തുണ നൽകാൻ ആരും മുന്നോട്ട് വരും. ഇത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിനുള്ള, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള ഒരവസരമാക്കി ഇതിനെ മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും ആധുനികമായ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് റുവാണ്ട വളരുന്നത് ഞാൻ കണ്ടു. ഏറ്റവും ആധുനികമായ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗ്രാമമാക്കി നമുക്ക് എന്തുകൊണ്ട് മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ മാറ്റിക്കൂടാ? ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യതകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനന്ത സാധ്യതകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന IT കേന്ദ്രങ്ങൾ പോലും അവിടെ സാധ്യതകളുണ്ട്. കാരണം മൈസൂറിൻ്റെയും ബാംഗ്ലൂരിൻ്റെയും ഒക്കെ സാന്നിധ്യം. അവധി ദിവസങ്ങൾ പോലും ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്രങ്ങൾ നമുക്ക് അവിടെ ആവശ്യമാണ്. അവിടുത്തെ മലകളെല്ലാം ഇടിച്ചു നിരത്തി പ്രകൃതിയാകെ നശിപ്പിച്ചുള്ള കൂറ്റൻ കെട്ടിടങ്ങളുള്ള വലിയ ടൗൺഷിപ്പുകൾ എന്ന് പറയണമെന്നല്ല എൻ്റെ അർത്ഥം. അതിന് ക്രിയേറ്റീവായ ചിന്തകൾ, അതിനുവേണ്ടിയുള്ള ബ്രെയിൻ സ്റ്റോമിങ്ങുകൾ, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നമുക്കുണ്ടാക്കാൻ കഴിയണം. പ്രതിഭാശാലികളുടെ കൂട്ടായ്മകളിലൂടെ നമുക്കതിന് വേണ്ട പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താൻ കഴിയണം. ഒരു മാതൃക കേരളത്തിലും ഇന്ത്യയിലും ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പുതിയ മാതൃക കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥലമാക്കി മാറ്റണം. അതോടെ ലോകത്തിൻ്റെ വാർത്തയിൽ കേരളം ഇടം പിടിക്കും, ഈ വയനാട് ഇടം പിടിക്കും, ഈ മുണ്ടക്കൈയും ചൂരൽമലയും ഇടം പിടിക്കും. ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി റുവാണ്ട എങ്ങനെ ഇപ്പോൾ മാറിയോ എന്നതുപോലെ കേരളം ലോകത്തിൻ്റെ ഒരു മാതൃകയായി ലോകം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമായി മാറും. മലയാളി തൊഴിൽ തേടി തൊഴിൽ തെണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകുന്ന ആൾ എന്നതിൽ നിന്ന് മാറി ലോകത്തിന് മാതൃകകൾ സംഭാവന ചെയ്യുന്ന അഭിമാനമുള്ളൊരു ജനവിഭാഗമെന്ന് ലോകം വാഴ്ത്തും. കേരളം വിട്ടുപോയ 10,000 ഈ മാതൃക കണ്ട് പുതിയ മാതൃകകൾ നടപ്പാക്കാനായി ഈ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നൊരു കാലം ഉണ്ടാവും. അഭിമാനത്തോടെ സ്വന്തം മാതാപിതാക്കളോടൊപ്പം, സ്വന്തം കുടുംബത്തോടൊപ്പം, സ്വന്തം നാട്ടിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിന് പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് നമ്മൾ മാറും. അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ പ്രകൃതി ദുരന്തത്തെ കാണാം. ഇതൊരവസരമായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം.
ഇവിടെ വീണ്ടും നമ്മൾ 5 കൊല്ലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഏതോ പഴയൊരു സർക്കാർ ക്വാർട്ടേഴ്സുകൾ പോലെ കുറേ വൈകൃതങ്ങളുടെ നിർമ്മിതികളുടെ നിരകളല്ല ആ ഗ്രാമത്തിൽ നമ്മൾ കാണേണ്ടത്. സ്വിറ്റ്സർലൻഡിലാണോ നമ്മൾ ചെന്നിറങ്ങിയെന്ന് നമുക്ക് സംശയം തോന്നുന്ന മട്ടിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മനോഹരവും പ്രകൃതി രമണീയവുമായ ഒരു പ്രദേശവുമായിരിക്കണത്. അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉടനെ തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നമ്മൾ അവിടുത്തെ സാധ്യതകളെ മുഴുവൻ വിലയിരുത്തണം. ആ നാടിൻ്റെ വെല്ലുവിളികളെ വിലയിരുത്തണം. ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ സാധ്യതകളുടെ ലോകത്തേക്ക് നമുക്കെങ്ങനെ കടന്നു കയറാം എന്ന് ചിന്തിക്കണം. ആ ഗ്രാമത്തിന് വേണ്ട കാർഷികോൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടാവണം. ആ നാട്ടിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉണ്ടാക്കുന്ന സോളാർ പവർ പ്ലാന്റുകൾ അവിടെ ഉണ്ടാവണം. അവിടുത്തെ ജലസ്രോതസ്സിനെ മലിനമാക്കുന്ന എന്തെങ്കിലും അതിനെല്ലാം തെളിനീരൊഴുകുന്ന നദികളുടെ അരുവികളുടെ ഒരു നാടാക്കി അതിനെ മാറ്റണം. മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടും നാശമായി എല്ലാത്തിനും തിരിച്ചു പിടിക്കുന്ന ഒരു മാതൃകാ കേന്ദ്രമാക്കി, മാതൃകാ ഗ്രാമമാക്കി നമുക്കതിനെ മാറ്റണം. പ്രകൃതി നൽകിയ ഏറ്റവും വലിയൊരു ദുരന്തത്തിൽ നിന്ന് അതിജീവനത്തിൻ്റെ ഒരു പാഠം ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു കേന്ദ്രമാക്കി നമുക്കതിനെ മാറ്റാൻ കഴിയണം. അതിനു പറ്റിയൊരു മഹത്തായ ഗംഭീരമായൊരു പ്രോജക്റ്റ് നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇത് അസാധ്യമായൊരു കാര്യമല്ല. ഇത്തരത്തിലാണ് ലോകത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഓരോ രാഷ്ട്രവും ഓരോ രാജ്യവും പ്രതിസന്ധികളിൽ നിന്ന് വളർന്നു വന്നത്. സിംഗപ്പൂരൊക്കെ അതിന് നല്ല ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിച്ചു വീണിരുന്ന ഒരു നാട്, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയിരുന്ന ഒരു നാട്, പ്രതിഭാശാലിയായ ഒരു ഭരണാധികാരി അവസരം കിട്ടിയപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ച് സിംഗപ്പൂരിനെ ഇന്ന് കാണുന്ന സിംഗപ്പൂരാക്കി മാറ്റി, റുവാണ്ടയെ വളരുന്നൊരു റുവാണ്ടയാക്കി മാറ്റി. ലോകത്തിലെ ഏത് രാജ്യവും അങ്ങനെ തന്നെയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നിന്നാണ് അവർ ഉയർത്തെഴുന്നേറ്റത്. അതിന് ഇച്ഛാശക്തി വേണം. ഭരണപക്ഷവും പ്രതിപക്ഷവും എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാം ഈ മഹത്തായ ദൗത്യത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കണം. രാഷ്ട്രീയം പറഞ്ഞ് അല്പത്തം വിളിച്ച് പറഞ്ഞ് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ഇതിനെ ഇല്ലാതാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് രാഷ്ട്രീയത്തിനുപരിയായ ഒരു പദ്ധതിയാക്കി ഇതിനെ മാറ്റണം. ഈ പദ്ധതികളെ എതിർക്കുന്നവർ സാമൂഹ്യ ദ്രോഹികളാണെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ പുതിയൊരു കേരളം രൂപപ്പെടും. ഒരു പുതിയ മുണ്ടക്കൈയല്ല ഉണ്ടാവുക, പുതിയൊരു ചൂരൽമല അല്ല ഉണ്ടാവുക. നാളത്തെ കേരളത്തിൻ്റെ ഒരു മാതൃകയാണ് ഉണ്ടാവുക. ഇത് കാണാൻ കേരളത്തിൻ്റെ ഓരോ ഗ്രാമത്തിൽ നിന്നും ഓരോ പഞ്ചായത്തിൽ നിന്നും ഭരണസമിതി അവിടെ എത്തും. അവിടെ നടപ്പാകുന്ന ആശയങ്ങൾ ഓരോ പഞ്ചായത്തിലേക്ക് അവർ കോപ്പി ചെയ്യാൻ തുടങ്ങും. അവിടെ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, ആ ഗ്രാമത്തിലുണ്ടാകുന്ന മാലിന്യം അവിടെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവിടെ വരണം. ആ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ സ്വന്തം പഞ്ചായത്തിൽ ഓരോ ആളും നടപ്പാക്കും. അത് പാഠപുസ്തകത്തിൽ പഠിക്കേണ്ട ഒരു പാഠമായി മാറും. കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ജീവിക്കുന്ന വിദ്യാർത്ഥികൾ ആ മാതൃകയെക്കുറിച്ച് പഠിക്കും. അവിടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതി, പ്രകൃതിയെ സൗന്ദര്യത്തോടെ സംരക്ഷിക്കുന്ന രീതി, പരിസരങ്ങളെ സുന്ദരമാക്കുന്ന രീതി, പരിസരങ്ങളെ ഉദ്യാനങ്ങളാക്കി മാറ്റുന്ന രീതി, ആ ഗ്രാമവഴികളൊക്കെ അതിമനോഹരങ്ങളാക്കുന്ന രീതി ഒക്കെ കേരളത്തിലെ ഓരോ ഗ്രാമവും കണ്ടു പഠിക്കും. അങ്ങനെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും ഈ പുനരുദ്ധരിക്കപ്പെട്ട ഗ്രാമം പോലെ സുന്ദരമായി മാറിത്തുടങ്ങും. 10-12 വർഷം കൊണ്ട് കേരളം ഇന്ന് നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങളും മറ്റെല്ലാ പ്രശ്നങ്ങളും മാറി കേരളം ഒന്നാകെ ഏറ്റവും അതിമനോഹരമായ ഒരു റിസോർട്ട് പോലെ ഒരുങ്ങും. ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്ന ഒരത്ഭുതമായി, ഒരു മാതൃകാ പ്രദേശമായി കേരളം മാറും. അതിൻ്റെ ആദ്യത്തെ തുടക്കം, ആദ്യത്തെ ചുവടുവെപ്പായി നമുക്ക് ഈ വയനാട് ദുരന്തത്തെ മാറ്റാൻ കഴിയണം. ഞാനീ പറഞ്ഞ ആശയത്തെ വിമർശിക്കുന്ന നിരവധി ആളുകളുണ്ടാവാം. ഞാനും ആ സംവാദത്തിൽ പങ്കുചേരാൻ തയ്യാറാണ്. ആ വിമർശനത്തെ ആരോഗ്യപരമായി അതിന് മറുപടി നൽകാൻ ഞാൻ തയ്യാറാണ്. ആ ഓരോ വിമർശനത്തിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെയാണ് കേരളത്തിൻ്റെ പ്രതിഭ അളക്കപ്പെടുന്നത്. ഒരു ദുരന്ത ഭൂമിയെ ഒരു സ്വർഗ്ഗഭൂമിയാക്കി നമുക്ക് പരിവർത്തനം ചെയ്യാൻ കിട്ടുന്ന അവസരമാണിത്. ഒന്നിച്ചു നിന്നാൽ മലയാളിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുമില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയും. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.